പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ദ ലോയൽറ്റി ഇൻ ഫെയ്ത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഡിവൈൻ ഫെയ്ത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഡിവൈൻ ഫെയ്ത്ത്, ദൈവിക വിശ്വാസം, അവയെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കാരണം ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് അത് അനലൈസ് ചെയ്യേണ്ടതായ കാര്യമുണ്ട്. കാരണം ദൈവവിശ്വാസത്തെ നമ്മൾ കാണുന്നത് പവിത്രമായിട്ടാണ്. ഈ ലോകവും ഈ പ്രപഞ്ചവും ഈ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഡേ ബൈ ഡേ ഇതിൻ്റെ ചലനങ്ങൾ, ഇതിൻ്റെ പോക്കുകൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കണമെങ്കിൽ ഇതിൻ്റെ പുറയിൽ ഒരു സൂപ്പർ പവർ വേണം, ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ശക്തി ഇതിൻ്റെ പുറയിലുണ്ടെങ്കിലേ ഇത്ര കൃത്യമായിട്ട് ഇത് പോകുകയുള്ളൂ. അത് ജീവിക്കുന്നതായ മനുഷ്യർ, മറ്റുള്ള ജീവികൾ വളരെ കൃത്യമായിട്ട് പോകുമ്പോൾ ഇതിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്നതായ അമാനുഷ്യ ശക്തിയാണ് ദൈവം, അതായത് ഈശ്വരൻ. അപ്പോൾ ഈ ഈശ്വരനിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ആ ദൈവിക ശക്തി ഏത് വിധത്തിലാണ് നമ്മുടെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്നത്, ഭദ്രതയായിട്ടിരിക്കുന്നത്? അത് എത്രമാത്രം ഭദ്രതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ ഈ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ദൈവിക വിശ്വാസത്തെയാണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഈ വിശ്വാസം, അത് വസ്തുവിലായിക്കോട്ടെ, അത് കൺസെപ്റ്റിലായിക്കോട്ടെ, ഈ വ്യക്തിപരമായിട്ടുള്ള ഈ വിശ്വാസത്തെ നമുക്ക് ദൈവികമായിട്ട് നിലയിട്ട് ഉറപ്പിക്കണം എന്നതാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ കമൻസ് അയക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. എങ്കിൽ മാത്രമേ നമുക്കിത് എനർജറ്റിക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈശ്വരനിൽ വിശ്വസിച്ച് വ്യക്തിപരമായിട്ട് പോകുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ മതാചാര്യന്മാർ, വാഗ്മികൾ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ മനസ്സിലാക്കിയതും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതും കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ ആണ് ദൈവീകമായിട്ട് ഈശ്വരവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സെന്താണ് പറയുന്നത്? അസെൻഡ് ടു മൈൻഡ് ടു ഗോഡ് ഹാസ് റിവീൽഡ്. ഇതെല്ലാം ദൈവം കാണിച്ചു തന്നിരിക്കുന്നതാണെന്ന് പറയും. നമ്മുടെ മനസ്സ് അതിന് പൂർണ്ണ സമ്മതം തരും. സാധാരണ വിശ്വാസത്തിലും ദൈവിക വിശ്വാസത്തിലും മനസ്സും പിന്നെ ദൈവികമാവുമ്പോൾ ഹൃദയവും തമ്മിൽ വളരെ ബോണ്ടിങ് ആവുകയാണ്. അപ്പോൾ നമ്മളെ കാണിച്ചു തരുവാണ്, ഈ കാണുന്നതെല്ലാം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, കാണിച്ചു തന്നിരിക്കുകയാണ്. അവിടെ വരുമ്പം നമ്മുടെ മനസ്സിലേക്ക് എന്താ കടന്നു വരുന്നത്? എ ബിലീഫ് ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ് ബേസ്ഡ് ഓൺ എവിഡൻസ് വിത്തൗട്ട് ടോട്ടൽ പ്രൂഫ്. നമുക്ക് ടോട്ടൽ പ്രൂഫൊന്നുമില്ല. നമ്മൾ വിശ്വസിക്കുന്നത് എവിഡൻസ് വെച്ചിട്ടാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് ദൈവികമായിട്ട് എവിഡൻസ് വെച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ മനസ്സിൽ പൊന്തി വരികയാണ്. എന്താണ് പൊന്തി വരുന്നത്? നമ്മളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിശ്വാസം അത് ദൈവത്തിൻ്റെ കൈകളിലാണ്. അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രക്ഷയാണ്, സാൽവേഷനാണ്. നമുക്കറിയാം, എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും നമ്മുടെ പുറകിൽ ഈശ്വരനുണ്ടെന്ന് നമ്മുടെ മനസ്സ് പറയും, നമ്മളെ അത് മനസ്സിലാക്കി തരും. അങ്ങനെയാണ് നമ്മൾ ഈശ്വരവിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ദെൻ ഗോഡ് ദ ഡിവൈൻ ഫെയ്ത്ത് ഫ്രെയിം ഹൂ വി ആർ. നമ്മൾ ആരാണ്? നമ്മുടെ വിചാരം എന്താണ്? വാട്ട് ഈസ് അവർ എക്സിസ്റ്റൻസ്, അവർ ഹോപ്പ്, അവർ തോട്ട്സ്, അവർ ഡ്രീംസ്, അവർ വാല്യൂസ്, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറയിലുള്ളതായ ഈ അമാനുഷികമായ ശക്തിയായ ദൈവം, അത് നമ്മുടെ രക്ഷകനാണ്, നമ്മളെ സ്നേഹിക്കുന്നവനാണ്. ലോകത്തെയും ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച് സ്നേഹിക്കുന്നതായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതും. അവിടെയും നമ്മൾ ദൈവത്തെ കാണുന്നില്ല, ആയിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണല്ലോ വിശ്വാസം. വിശ്വാസം എന്താണ് പറയുന്നത്? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്.
കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ദർ ഇസ് എ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് കാണുന്നതല്ല, നമ്മൾ എവിഡൻസ് വെച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വരുന്നു കഴിയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രേരണ വരും, ദൈവിക ശക്തി. ആ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രേഷ്ഠമായി തീരും. ദൈവികമായ ചൈതന്യങ്ങൾ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്പിറേഷൻ വരും. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തേക്ക് നോക്കും, നമ്മൾ നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാട്, മറ്റുള്ള വ്യക്തികളിലേക്ക് പോകും, മറ്റുള്ള സൊസൈറ്റിയിലേക്ക് പോകും. വി നോ ദ വാല്യൂ ഓഫ് ദ സൊസൈറ്റി, വി നോ ദ വാല്യൂ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇതെല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അവരെല്ലാം നമുക്ക് കൂടെ ചേർക്കുവാനുള്ള ഒരു അഭികാംക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകും. കാരണം നമ്മൾ ദൈവികമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പാതയിലൂടെയാണ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്നത് അഗാധമായിട്ടാണ്, അന്ധമായിട്ടല്ല. അന്ധമായിട്ട് വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ ഫ്ലക്ച്വേറ്റഡ് ആവൂ. അഗാധമായിട്ടുള്ള ഫെയ്ത്ത്, പ്രൊഫൗണ്ടായിട്ടുള്ള ആ ഫെയ്ത്ത് ഒരിക്കലും ഫ്ലക്ച്വേറ്റഡ് ആക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അന്നേരം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ വരുമ്പം ഓരോ വ്യക്തിയുടെയും, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതിൻ്റെ മനസ്സിലേക്ക് വരികയാണ്, നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ സന്തോഷമോ സമാധാനമോ ദുഃഖമോ പ്രയാസമോ എന്ത് വന്നാലും അത് ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ നിന്ന് വരികയാണെന്നുള്ള ദൃഢമായ കരുതലും, സർവോപരി നമുക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ടത് ആ കടമ എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ്, ദൈവം തന്നിരിക്കുന്ന പ്രോമിസസുകൾ കൃത്യമായിട്ട് ഈ ലോകത്ത് ചെയ്ത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ് ഈ ലോക ജീവിതമെന്ന് നമ്മൾ മനസ്സിലാവും. അതോടുകൂടി തന്നെ ഇതാണ് ടോട്ടലി നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ, ദ എസൻസ് ഓഫ് റിയൽ ഡിവൈൻ ഫെയ്ത്ത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം നമ്മൾ മുന്നോട്ട് പോകും. അവിടെ സമാധാനവും സന്തോഷമുള്ളതായ യാത്രയായിരിക്കും നമുക്കെല്ലാവർക്കും ഈ ദൈവിക വിശ്വാസത്തിൽ കിട്ടുന്നത് എന്ന് അടിവരയിട്ട് നമുക്ക് വിശ്വസിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ പുതിയ ആശയങ്ങളുമായിട്ട് ഞാൻ പെട്ടെന്ന് കടന്നു വരുന്നു. നന്ദി, നമസ്കാരം.